ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ക്രിയേറ്റേഴ്സിനും ഏറെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ ചാനലിലേക്ക് വരുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും അതുപോലെ ഈ ഒരു സ്ട്രൈക്ക് ലഭിച്ചാൽ ഇത് നമ്മുടെ ചാനലിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം വന്ന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനലിലേക്ക് ഒരു സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് ലഭിക്കാറുണ്ട്. അതായത് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം വന്നാൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കാറുണ്ട്. അതുപോലെ നിങ്ങളുടെ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പോളിസിയാണ് വയലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇത് എത്തരത്തിലാണ് നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ഉദാഹരണമായി നിങ്ങളുടെ ചാനലിലേക്ക് ആദ്യമായി നിങ്ങൾക്കൊരു സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ, അതായത് ഫസ്റ്റായി നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം വരുന്നു. ഇത് യൂട്യൂബ് നിങ്ങൾക്ക് ഒരു സ്ട്രൈക്കായി തരാതെ വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ടാണ് തരുന്നത്. അതായത് നമുക്ക് പലർക്കും ഇത്തരത്തിൽ അബദ്ധമെല്ലാം പറ്റാമെന്നത് യൂട്യൂബിന് തന്നെ അറിയുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു സ്ട്രൈക്ക് എന്ന രീതിയിലല്ലാതെ നമുക്കൊരു വാർണിംഗ് ആയി നമ്മുടെ ചാനലിൽ നിലനിർത്തും. ഇത്തരത്തിൽ വന്നിരുന്ന വാർണിംഗ് സ്ട്രൈക്ക് നേരത്തെ എല്ലാം ഇത് നമ്മുടെ ചാനലിൽ വാർണിംഗ് സ്ട്രൈക്ക് എന്ന് എഴുതി തന്നെ അതുപോലെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. അതായത് നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ വാർണിംഗ് സ്ട്രൈക്ക് നിങ്ങൾ വയലേറ്റ് ചെയ്ത പോളിസിയുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കൊരു വാർണിംഗ് സ്ട്രൈക്ക് വന്നു, അതിൻ്റെ ട്രെയിനിങ് എല്ലാം നിങ്ങൾ കൊടുത്തതിന് ശേഷം 90 ദിവസം അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിൽ നിന്നും അപ്രത്യക്ഷമാകും. അതായത് നിങ്ങൾക്ക് ആ വാർണിംഗ് സ്ട്രൈക്ക് പിന്നീട് കാണില്ല. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം വന്നു, അതിനുശേഷം 90 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്ട്രൈക്ക് കൂടി വരികയാണെങ്കിൽ, അതായത് അടുത്ത ഒരു സ്ട്രൈക്ക് കൂടി വരികയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്താലും നിങ്ങളുടെ ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് റിമൂവ് ആവുകയുമില്ല. അതുപോലെ നിങ്ങൾക്ക് അടുത്ത ഒരു സ്ട്രൈക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ചാനലിലേക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ ചാനലിനെ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തോളം സമയത്തേക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ എല്ലാം വരും. അതുപോലെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ഇതിനും നിങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ നിങ്ങൾ നേരത്തെ പബ്ലിക് ആക്കുന്നതിന് വേണ്ടിയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ, അതായത് സ്കെഡ്യൂൾ ചെയ്തു വച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പബ്ലിക് ആക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് നിലനിൽക്കുന്ന ഒരാഴ്ച കാലയളവിലേക്ക് നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് എല്ലാം സ്കെഡ്യൂൾ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് ഈ വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം മാറിയതിന് ശേഷമുള്ള ഒരു ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ടതായി വരും. ഇനി മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ ഒരു പ്രീമിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ട്രെയിലർ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊന്നും തന്നെ ഈ ഒരു കാലയളവിൽ, അതായത് ഒരാഴ്ച കാലത്തേക്ക് നിങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതുപോലെ തംബ്നെയിൽ എഡിറ്റിംഗ് ഇത്തരത്തിലുള്ള ഓപ്ഷൻസും ലഭിക്കില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെറുതും വലുതുമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതായത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, പ്ലേലിസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു കാലയളവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഒരാഴ്ച കാലയളവ്, അതായത് ഈ പെനാൽറ്റി കാലാവധി എല്ലാം കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്രിവിലേജസ് എല്ലാം തന്നെ റീസ്റ്റോർ ആയി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്, ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിന്, തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നതിന്, അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്നതിന്, പ്ലേലിസ്റ്റ് എഡിറ്റ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് തിരികെ കിട്ടും. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ കാലാവധി, അതായത് ഈ സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ നിന്നും പോകുന്നത് 90 ദിവസം കഴിഞ്ഞെല്ലാമാണ്.
അതുവരെ ആ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ തന്നെ നിലനിൽക്കും. എന്നാൽ ഇത്തരത്തിൽ ഈ 90 ദിവസം നിലനിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു സ്ട്രൈക്ക് കൂടി നിങ്ങളുടെ ചാനലിലേക്ക് വന്നു എന്ന് കരുതുക. അതായത് നിങ്ങളുടെ രണ്ടാമത്തെ സ്ട്രൈക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആക്സസ് എല്ലാം നിങ്ങൾക്ക് 2 ആഴ്ച കാലാവധിയിലേക്ക് ഇത് തടസ്സപ്പെടും. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ അപ്ലോഡിങ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് 2 ആഴ്ച പീരീഡിലേക്കാണ് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാകുക. അതിനാൽ തന്നെ 2 ആഴ്ച നമുക്ക് ചാനലിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇത്തരത്തിൽ വീണ്ടും നമുക്കൊരു സ്ട്രൈക്ക് കൂടി ഈ ഒരു 90 ദിവസ കാലയളവിൽ വരികയാണെങ്കിൽ, അതായത് നമുക്ക് മൂന്നാമത്തെ സ്ട്രൈക്ക് നമ്മുടെ ചാനലിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ അടുപ്പിച്ച് നമ്മുടെ ചാനലിലേക്ക് സ്ട്രൈക്ക് ഒന്നും വരാതിരിക്കുക എന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ചാനലിലേക്ക് ഈ സ്ട്രൈക്ക് വന്നിരിക്കുന്നത്, അത്തരത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ട്രൈക്ക് വരാവുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷം അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് ഇത്തരത്തിൽ അടുപ്പിച്ച് 3 സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ, അതായത് നമ്മൾ എത്ര വലിയ ചാനലും ആയിക്കോട്ടെ എത്ര ചെറിയ ചാനലും ആയിക്കോട്ടെ, ആ ചാനലെല്ലാം തന്നെ ഇത് ഡിലീറ്റ് ആവുക അല്ലെങ്കിൽ നമുക്ക് പെർമനൻ്റായി ഇത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അതായത് ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറിപ്പോകും. അതിനാൽ തന്നെ നമ്മൾ ഇത്തരത്തിൽ 2 സ്ട്രൈക്കെല്ലാം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീഡിയോസ് കംപ്ലീറ്റ് ആയി നിങ്ങൾ മോണിറ്റർ ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പോളിസി വയലേഷൻ എല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള വീഡിയോ സ്ട്രൈക്ക് വരുന്നതിന് മുമ്പേ, അതായത് അടുത്ത സ്ട്രൈക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനലിൽ നിന്നും നിങ്ങൾ റിമൂവ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചാനലിലേക്ക് കൂടുതലായി വയലേഷൻസ് എല്ലാം ഇപ്രകാരം എല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായി ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം മനസ്സിലാക്കുക എന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് സപ്പോർട്ടിൽ പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ലഭിക്കും. അതായത് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, എപ്രകാരമാണ് നമ്മുടെ ചാനൽ സ്ട്രൈക്ക് ഒന്നുമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചുള്ള പോളിസികളെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ചെല്ലാം നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കി വയ്ക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെല്ലാം നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്